എല്ലാവർക്കും നമസ്കാരം. ശരത് സാറാണ്. സോ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. +1 ഇംപ്രൂവ്മെന്റ് സ്പെഷ്യൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് മോസ്റ്റ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ ആദ്യത്തെ 3 ചാപ്റ്റേഴ്സിൻ്റെ കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഈ ക്ലാസ്സിൽ നമ്മൾ അതിനുശേഷമുള്ള 3 ചാപ്റ്റേഴ്സാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ, കോംപ്ലക്സ് നമ്പേഴ്സ്, ലീനിയർ ഇനിക്വാളിറ്റി, ഈ 3 ചാപ്റ്റേഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ കളക്ഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ അപ്പോൾ നമുക്ക് ഇൻഡക്ഷനിലെ ഒരു ചോദ്യത്തിൽ നിന്ന് ആരംഭിക്കാം. പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ചോദ്യത്തിലേക്ക് കയറാം. അതായത് എന്നിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളെ, നാച്ചുറൽ നമ്പേഴ്സിൽ ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ശരിയോ തെറ്റോ എന്ന് തെളിയിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വെരിഫിക്കേഷൻ അല്ലെങ്കിൽ പ്രൂഫ് ടെക്നിക്കാണ് എന്തെന്ന് പറയുന്നത് PMI അഥവാ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്നുള്ള പേരിട്ട് നമ്മൾ വിളിക്കുന്നത്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രൊസീജിയർ അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡിൻ്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രൊസീജിയർ എന്ന് പറയുന്നത് n=1 ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്ന് നമ്മൾ വെരിഫൈ ചെയ്ത് നോക്കുന്നു. അതിനുശേഷം n=k ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ് അഥവാ ശരിയാണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ആ അസംഷൻ കയ്യിൽ വെച്ചുകൊണ്ട് n=k+1 ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്ന് നമ്മൾ തെളിയിച്ച് കാണിക്കുന്നു. അതാണ് എന്തെന്ന് പറയുന്നത് PMI അഥവാ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. ഈ 3 സ്റ്റെപ്പുകളും പെർഫെക്റ്റ്ലി ശരിയാണെന്നുണ്ടെങ്കിൽ ഹെൻസ് ബൈ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ നമുക്ക് പറയാൻ സാധിക്കും ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എല്ലാ നാച്ചുറൽ നമ്പറുകൾക്കും ശരിയാണ് എന്നുള്ള കാര്യം. ഫോർ ഓൾ സ്മോൾ n ബിലോങ്സ് ടു ക്യാപിറ്റൽ N. ക്ലിയർ? ക്യാപിറ്റൽ N എന്ന് പറയുന്ന സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ശ്രദ്ധിച്ചിരിക്കുക. സോ ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ. വളരെ നിഷ്പ്രയാസം നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ പറയാം. ഇപ്പോൾ നമ്മൾ സ്കൂളുകളിലൊക്കെ ചെല്ലുമ്പോൾ ഒരുപാട് സൈക്കിളുകൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ശരിയല്ലേ? കുട്ടികൾ വരുന്ന സൈക്കിള്. അപ്പോൾ അതിലെ ഒരു സൈക്കിള് ഞാൻ തള്ളിയിടുവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബാക്കിയുള്ള സൈക്കിളുകളും താഴെ ഇങ്ങനെ വീണ് തുടങ്ങും. പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ അതാണ് ചെയ്യുന്നത്. ആദ്യത്തെ സൈക്കിൾ തള്ളിയിടും. n=1 സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യണോ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും. അപ്പോൾ അത് തള്ളിയിട്ടു നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞു. അതിനുശേഷം ഇൻഡക്ഷൻ ഇതാണ് ചെയ്യുന്നത്. ഞാൻ വിചാരിക്കുകയാണ് 30ാമതിരിക്കുന്ന സൈക്കിൾ വീണു എന്ന് ഞാൻ വിചാരിച്ചു. അസ്യൂം ചെയ്യുകയാണ്. ഞാൻ കാണുന്നില്ല. 30ാമതിരിക്കുന്ന സൈക്കിൾ വീണു എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ 31ാമത്തെ സൈക്കിളും വീണു എന്ന്, ആ 30ാമത്തെ സൈക്കിൾ വീണു എന്ന അസംഷൻ വെച്ച് ഞാൻ പ്രൂവ് ചെയ്ത് കാണിക്കണം. അതാണ് ഇൻഡക്ഷനിൽ നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർ. n=1 സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് എന്ന് ഞാൻ തെളിയിച്ച് കാണിക്കണം. ആൻഡ് n=k ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തുകൊണ്ട് n=k+1 ആ അസംഷൻ്റെ സഹായത്തോടു കൂടി ശരിയാണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് തെളിയിച്ച് കാണിക്കണം. അങ്ങനെയാണെങ്കിൽ ഇൻഡക്ഷൻ അനുസരിച്ച് എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനും ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്ന് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കയറാം. പ്രൂവ് 1 + 3 + 3² + etc. + 3n-1 = 3n-1/2 യൂസിങ് PMI. PMI എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്നാണ്. ഓക്കെ, സോ അപ്പോൾ ഞാൻ ആദ്യമേ n=1 ശരിയാണോ നോക്കാം. ഫോർ n=1 നമുക്ക് ചില ടീച്ചേഴ്സ് P(n) എന്നൊക്കെ എഴുതി അങ്ങനെയൊക്കെ ചെയ്യും. അതിൻ്റെ ഒന്നും ആവശ്യം ശരിക്കും ഇല്ല. അല്ലാതെ തന്നെ നിഷ്പ്രയാസം ചെയ്യാവുന്നതേ ഉള്ളൂ. n=1 എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടേം എന്നാണ് എൻ്റെ മീനിങ്. n=1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം. നമ്മുടെ ഈ ഒരു ചോദ്യത്തിൽ ഈ ഒരു സീരീസിലെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. = റൈറ്റ് സൈഡിൽ RHSൽ ഞാൻ എന്ത് ചെയ്യണം? n-ന് 1 കൊടുക്കണം. n-ന് 1 കൊടുക്കുമ്പോൾ എന്താണ് വരിക? 3(1 - 1/2). ശരിയാണല്ലോ? സോ 1 = 3(1) എന്ന് പറയുന്നത് 3 ആണ്, -1/2 1 which implies 1 = 3 - 1 2 ആണ്, 2/2 which implies 1 = 1. 1 = 1 എന്ന് പറയുന്നത് ശരിയോ തെറ്റോ? 1 = 1 എന്ന് പറയുന്നത് ശരിയാണ്, ട്രൂ ആണ്. Therefore നമുക്ക് പറയാം സ്റ്റേറ്റ്മെന്റ് is true for n=1. ശരിയല്ലേ? Therefore statement is true for n=1. n=1 ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. ഇനി അടുത്ത നമ്മൾ ചെയ്യുന്നത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് n=k ശരിയാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്, അസ്യൂം ചെയ്യുകയാണ്. ഓക്കെ, സോ അടുത്ത സ്റ്റെപ്പ് എന്താണ്? അസ്യൂം ദാറ്റ് ദി സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ഫോർ n=k. സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ഫോർ n=k. n=k ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണ് അഥവാ ട്രൂ ആണ് എന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? അസ്യൂം ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഈ ഒരു സ്റ്റെപ്പ് എഴുതാൻ
ഒട്ടും പ്രയാസമില്ല, നിഷ്പ്രയാസം എഴുതാൻ സാധിക്കുന്ന സ്റ്റെപ്പാണ്. ഈ ഒരു ഫോർമുലയിൽ അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷനിൽ n കാണുന്നിടത്തെല്ലാം നിങ്ങൾ k മാറ്റിക്കോ, k ആക്കി കൊടുക്കുക. n കാണുന്നിടത്തെല്ലാം k ആക്കി കൊടുക്കുക. അപ്പോൾ എന്താണ് വരിക? 1 പ്ലസ് 3 പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് 3 റേസ് ടു n മാറ്റി k ആക്കണം, 3 റേസ് ടു k മൈനസ് 1 വരും, ഇസ് ഈക്വൽ ടു 3 റേസ് ടു k മൈനസ് 1/2. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതാണ് n ഓഫ് k. അല്ലെങ്കിൽ ഇപ്പോൾ പി ഓഫ് എൻ എന്ന സ്റ്റേറ്റ്മെന്റ് എടുത്തവർക്ക് പി ഓഫ് കെ എന്ന് പറയാൻ പറ്റും. ഇത് ശരിയല്ലേ? അസ്യൂം ദാറ്റ് പി ഓഫ് കെ ഇസ് ട്രൂ, അല്ലെങ്കിൽ n ഇസ് ഈക്വൽ ടു കെ ആക്കിയിട്ട് അത് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. അതാണ് നമ്മൾ ചെയ്യുന്നത്. 1 പ്ലസ് 3 പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് 3 റേസ് ടു കെ മൈനസ് 1 ഇസ് ഈക്വൽ ടു 3 റേസ് ടു കെ മൈനസ് 1/2. ഇനി നമ്മുടെ ലക്ഷ്യം എന്താണ്? n ഇസ് ഈക്വൽ ടു കെ പ്ലസ് 1 കൂടി ഇത് ശരിയാണെന്ന് തെളിയിച്ച് കാണിക്കണം. അപ്പോൾ അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫോർ n ഇസ് ഈക്വൽ ടു കെ പ്ലസ് 1, n ഇസ് ഈക്വൽ ടു കെ പ്ലസ് 1. ശ്രദ്ധിച്ചിരിക്കണേ, ഈ മുകളിലത്തെ ഇത് എഴുതാൻ ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞുതരാം. ഈ മുകളിലുള്ള ലെഫ്റ്റ് സൈഡ് അതേപോലെ അങ്ങ് നോക്കി എഴുതുക. എല്ലാ പ്രോബ്ലത്തിലും ഇതേപോലെ തന്നെയാണ് എഴുതുന്നത്. അതായത് 1 പ്ലസ് 3 പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് 3 റേസ് ടു കെ മൈനസ് 1 പ്ലസ് അടുത്തൊരു ടേമും കൂടെ വരാൻ പോവാം. n ഇസ് ഈക്വൽ ടു കെ പ്ലസ് 1 ആകുമ്പോഴത്തേക്കിനും തൊട്ടടുത്ത ടേം ഈ തൊട്ട് മുൻപുള്ള ടേം നോക്കിയിട്ട് എവിടൊക്കെ നിങ്ങൾ k കാണുന്നുണ്ടോ ആ k എല്ലാം മാറ്റി k പ്ലസ് 1 ആക്കണം. അപ്പോൾ ഇവിടെ നിങ്ങൾ 3യുടെ പവറിൽ ഒരു k കാണുന്നുണ്ട്, ആ kയെ മാറ്റി എന്താക്കണം? k പ്ലസ് 1 ആക്കണം. അപ്പോൾ എന്താണ് വരിക? 3 റേസ് ടു k പ്ലസ് 1. ഓൾറെഡി അവിടെ എന്ത് കിടപ്പുണ്ട്? ഒരു മൈനസ് 1 കിടപ്പുണ്ട്. അത് അതേപോലെ തന്നെ ഇടുക, ഇസ് ഈക്വൽ ടു ഇവിടം വരെയുള്ള സമ്മിൻ്റെ ഉത്തരം നമ്മുടെ കയ്യിൽ കിടപ്പുണ്ട്. ഇവിടം വരെയുള്ള സമ്മിൻ്റെ ഉത്തരം ഇതാണ്ട് തൊട്ട് മേളിൽ കിടപ്പുണ്ട്. 1 പ്ലസ് 3 പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് 3 റേസ് ടു കെ മൈനസ് 1 ഉത്തരം എന്താണ്? 3 റേസ് ടു കെ മൈനസ് 1/2. ശരിയാണല്ലോ? പ്ലസ് ഇവിടെ എനിക്ക് ഈ പ്ലസ് 1 മൈനസ് 1 ക്യാൻസൽ ചെയ്തോളാം. ഓക്കെ, ബാക്കി ആര് മാത്രമാണ് വരിക? 3 റേസ് ടു കെ മാത്രമാണ് വരിക, 3 റേസ് ടു കെ. ഇനി ഇതിനെ സോൾവ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. സോൾവ് ചെയ്യുമ്പോൾ കിട്ടേണ്ടതായിട്ടുള്ള ഫൈനൽ ഉത്തരം നമുക്ക് ആദ്യമേ എഴുതി വെക്കാൻ പറ്റും. അതാണ് ഈ ഒരു ചാപ്റ്ററിലെ ഈ ടൈപ്പ് പ്രോബ്ലങ്ങളുടെ പ്രത്യേകത. ഫൈനൽ ഉത്തരം നമുക്ക് ആദ്യമേ എഴുതി വെക്കാൻ പറ്റും. ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇവിടെ എന്തെങ്കിലും നുറുക്ക് വിദ്യകൾ കാണിച്ച് ആ ഫൈനൽ ഉത്തരം എഴുതി വെച്ചാലും 99% അധ്യാപകർ ഫുൾ മാർക്ക് തരും. ഓക്കെ, അപ്പം ഈസി ടു സ്കോർ ആണ് ഈ ഒരു സെക്ഷനിൽ നിന്ന് മാർഗം എന്ന് പറയുന്നത്. സോ ഫൈനലി കിട്ടേണ്ട ഉത്തരം നമ്മുടെ ഗിവൺ ക്വസ്റ്റ്യൻ്റെ RHSൽ അഥവാ റൈറ്റ് ഹാൻഡ് സൈഡിൽ n മാറ്റി k പ്ലസ് 1 ആക്കിയാൽ മതി. n മാറ്റി k പ്ലസ് 1 ആക്കുമ്പോൾ എന്താണ് വരിക? 3 റേസ് ടു k പ്ലസ് 1 മൈനസ് 1/2. അപ്പോൾ ഈ ഒരു ഉത്തരമാണ് എനിക്ക് ഫൈനലി കിട്ടേണ്ടത്. അത് ഞാൻ സൈഡിലൊന്ന് എഴുതിയിടുന്നുണ്ട്. അപ്പോൾ ഇത് സോൾവ് ചെയ്ത് കിട്ടേണ്ട ഉത്തരം ഇതാണ്. ശരിയാണല്ലോ? സോ അതിനുവേണ്ടി എന്താ ചെയ്യാൻ പറ്റുക നോക്കാം. ആദ്യമേ ഞാനൊന്ന് സ്പ്ലിറ്റ് ചെയ്യാണ്. a മൈനസ് ബി ബൈ സി ആണെങ്കിൽ a ബൈ സി മൈനസ് ബി ബൈ സി എന്ന് എഴുതാം. അപ്പോൾ അതനുസരിച്ച് 3 റേസ് ടു കെ ബൈ 2 മൈനസ് 1/2 പ്ലസ് 3 റേസ് ടു കെ. ശരിയാണല്ലോ? ഇനി ഞാൻ ഈ 3 റേസ് ടു കെ ഉള്ള രണ്ട് ടേംസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവരെ ഞാൻ ഒരുമിച്ചാക്കുവാണ്. എന്നിട്ട് ഈ മൈനസ് ഹാഫ് മൂന്നാമത് എഴുതുവാണേ. അപ്പോൾ എന്താണ് വരിക? 3 റേസ് ടു കെ ബൈ 2 പ്ലസ് 3 റേസ് ടു കെ മൈനസ് ഹാഫ്. ഓക്കെ, ഇനി നിങ്ങൾ നോക്കാം. ആദ്യത്തെ രണ്ട് ടേംസിൽ നിന്നും ആരെ പുറത്തെടുക്കാം? ആദ്യത്തെ രണ്ട് ടേംസിൽ നിന്നും 3 റേസ് ടു കെയെ കോമൺ ആയിട്ട് പുറത്തെടുക്കാം. ശരിയല്ലേ? ആദ്യത്തെ രണ്ട് ടേംസിൽ നിന്നും ഞാൻ 3 റേസ് ടു കെനെ കോമൺ ആയിട്ട് പുറത്തെടുക്കുവാണേ. ബാക്കി എന്താണ് വരിക? 1/2 പ്ലസ് 1. ശരിയാണല്ലോ? സംശയമുണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. 3 റേസ് ടു കെ ബൈ 2 കിട്ടും, പ്ലസ് 3 റേസ് ടു കെ ഇൻറ്റു 1, 3 റേസ് ടു കെ തിരിച്ച് കിട്ടും, മൈനസ് എന്തുണ്ട്? ഹാഫ് ഇസ് ഈക്വൽ ടു. സോ 3 റേസ് ടു കെ ഇൻറ്റു 1 പ്ലസ് 1/2 എന്താണ്? ഒന്നിൻ്റെ കൂടെ അര കൂട്ടിയാൽ എന്താണ് കിട്ടുക? 3/2. ശരിയല്ലേ? അതായത് ക്രോസ് ചെയ്യുമ്പം 1 പ്ലസ് 2/2 എന്ന് വരും. എന്താണ്? 3/2. സംശയമൊന്നുമില്ലല്ലോ? മൈനസ് എന്താണ്? 1/2. ക്ലിയർ? ഈ 3യുടെ പവർ ചുമ്മാ എനിക്ക് വേണമെങ്കിൽ 3 റേസ് ടു 1 എന്ന് കൊടുക്കാം. 3 റേസ് ടു 1ഉം 3യും സെയിം ആണ്. ശരിയല്ലേ? നിങ്ങൾ പഠിച്ചിട്ടുണ്ട് a റേസ് ടു m ഇൻറ്റു a റേസ് ടു n എന്ന് പറയുന്നത് എന്താണ്? a റേസ് ടു m പ്ലസ് n ആണ്. ശരിയല്ലേ? അപ്പോൾ അതനുസരിച്ച് 3 റേസ് ടു k ഇൻറ്റു 3 റേസ് ടു 1 എന്താണ്? 3 റേസ് ടു k പ്ലസ് 1. ഓക്കെ, മൈനസ് 1. ഇനി നിങ്ങൾ നോക്കിയേ, രണ്ടിടത്തും ഡിനോമിനേറ്റർ സെയിം അല്ലേ? ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ എനിക്ക് സിംഗിൾ ഫ്രാക്ഷൻ ആക്കാം. സിംഗിൾ ഫ്രാക്ഷൻ ആക്കാമല്ലോ. ഹോൾ ബൈ എന്ത് വരും? 2. സോ കിട്ടേണ്ട ആളെ കിട്ടിയോ നോക്കിയേ. കിട്ടേണ്ട ആളാരാണ്? 3 റേസ് ടു കെ പ്ലസ് 1 മൈനസ് 1/2. കിട്ടിയ ഉത്തരം നോക്കൂ. 3 റേസ് ടു കെ പ്ലസ് 1 മൈനസ് 1/2. കിട്ടേണ്ട ആളെ തന്നെ കിട്ടിയിട്ടുണ്ട്. സോ ഇവിടെ വെച്ച് നമുക്ക് ക്ലിയർലി ഫൈനലൈസ് ചെയ്ത ഒരു കാര്യം പറയാം. ഹെൻസ് ബൈ പി എം ഐ.
Hence, by principle of mathematical induction, the statement is true for all natural numbers. എല്ലാ നാച്ചുറൽ സംഖ്യകൾക്കും ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അപ്പോൾ നിങ്ങൾ ഫൈനലി ഇങ്ങനെ എഴുതണം, hence by principle of mathematical induction, the statement എന്ന് പറയുന്നത് തന്നിട്ടുള്ള ചോദ്യമാണ്. The statement is true for all natural numbers small n belongs to capital N. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ഈ ഒരു ചോദ്യം 3 മാർക്കിന് ഒരുപാട് പ്രാവശ്യം ആവർത്തിക്കപ്പെട്ട ചോദ്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് നല്ലപോലെ എഴുതി പഠിക്കണം. സോ അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ചോദ്യമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. തീർച്ചയായിട്ടും ഈ ടൈപ്പ് ചോദ്യങ്ങൾ സ്ഥിരം എക്സാമിന് വരുന്നതാണ്. സോ ഇത് ഒരിക്കലും ഒഴിവാക്കരുത് കേട്ടോ. കൺസിഡർ ദി കോംപ്ലക്സ് നമ്പർ z is equal to 2 plus I by 1 plus I into 1 minus 2i. എക്സ്പ്രസ് z in the form of a plus ib. അപ്പോൾ a plus ib ഫോമിലേക്ക് മാറ്റണം. അതിനുവേണ്ടി എന്താണ് ചെയ്യുന്നത്? ആദ്യമേ ഡിനോമിനേറ്ററിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കൊരു കോംപ്ലക്സ് നമ്പർ കിട്ടും. അപ്പോൾ കോംപ്ലക്സ് നമ്പർ ബൈ കോംപ്ലക്സ് നമ്പർ എന്നുള്ള ഫോർമാറ്റ് ആവും. അപ്പോൾ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് ആ ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് വേണം നമ്മൾ എ പ്ലസ് ഐ ബി ഫോമിലേക്ക് മാറ്റാൻ. ഓക്കെ, സോ ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ നമുക്ക് ആൻസർ സ്റ്റാർട്ട് ചെയ്യാം. എ പാർട്ടിൻ്റെ ഉത്തരം നമുക്ക് നോക്കാം. സോ z is equal to 2 plus I divided by 1 plus I into 1 minus 2i. ഓക്കെ, സോ ഞാനിന്ന് നോർമലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണേ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഡിനോമിനേറ്ററിൽ എന്താണ് വരിക? 2 plus I by 1 into 1 1 1 into minus 2i minus 2i I into 1 I plus into minus minus 2 I into I square. ഓക്കെ, സോ ഈ രീതിയിലാണ് നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തെടുക്കുന്നത്. ഡിനോമിനേറ്റർ സാധാരണ രീതിയിൽ ബ്രാക്കറ്റ് ഓപ്പണിംഗ് എല്ലാവർക്കും അറിയാം, ശരിയല്ലേ? സോ ദിസ് ഈസ് ഈക്വൽ ടു എന്താണ് വരിക? 2 plus I ഡിവൈഡഡ് ബൈ 1 മൈനസ് 2i പ്ലസ് ഐ എന്താണ്? മൈനസ് ഐ, സംശയമില്ലല്ലോ. മൈനസ് 2 ഇൻറ്റു ഐ സ്ക്വയർ. ഐ സ്ക്വയർ എന്താണെന്ന് എല്ലാവർക്കും അറിയാം, -1 ആണെന്ന് അറിയാം. കാരണം ഐ എന്ന് പറയുന്നത് അയോട്ടയാണ്, അതെന്താണ്? റൂട്ട് -1 ആണ്, ശരിയല്ലേ? ഈ റൂട്ട് ഇപ്പുറത്ത് വരുമ്പോൾ സ്ക്വയർ ആവും. ഐ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? -1, ശരിയാണല്ലോ. സോ ഐ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? -1 ആണ്. സോ ഐ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? -1. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു 2 പ്ലസ് ഐ ഡിവൈഡഡ് ബൈ 1 മൈനസ് ഐ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 1 ഇൻറ്റു 2 2. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു 2 പ്ലസ് ഐ ഡിവൈഡഡ് ബൈ 1 പ്ലസ് 2 3 മൈനസ് ഐ. സോ 2 പ്ലസ് ഐ ബൈ 3 മൈനസ് ഐ എന്ന് കിട്ടും. ഇപ്പോഴും ഇത് ഏത് ഫോമിലായിട്ടില്ല? എ പ്ലസ് ഐ ബി ഫോമിലേക്ക് മാറിയിട്ടില്ല. ഡിനോമിനേറ്ററിൽ ഒരു കോംപ്ലക്സ് നമ്പർ വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്റ്റെപ്പിൽ എല്ലാവരും പഠിച്ചു വെക്കേണ്ട സംഗതി എന്താണ്? ആ കോംപ്ലക്സ് നമ്പറിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട്, അതായത് ഡിനോമിനേറ്ററിലുള്ള കോംപ്ലക്സ് നമ്പറിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് ആ ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്താണ് നമ്മൾ എ പ്ലസ് ഐ ബി ഫോമിലേക്ക് മാറ്റേണ്ടത്, ശരിയല്ലേ? അപ്പോൾ 3 മൈനസ് ഐയുടെ കോൺജുഗേറ്റ് ആയിട്ടുള്ള 3 പ്ലസ് ഐ കൊണ്ട് മുകളിൽ മൾട്ടിപ്ലൈ ചെയ്തു, താഴെ മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, ഇനി ഇത് സിംപ്ലിഫൈ ചെയ്തെടുത്താൽ നമുക്ക് എ പ്ലസ് ഐ ബി ഫോമിലേക്ക് മാറി കിട്ടും. സോ സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. സാധാരണ രീതിയിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന പോലെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. 2 ഇൻറ്റു 3 6 പ്ലസ് 2 ഇൻറ്റു ഐ 2i പ്ലസ് ഐ ഇൻറ്റു 3 3i പ്ലസ് ഇൻറ്റു പ്ലസ് പ്ലസ് ഐ ഇൻറ്റു ഐ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എപ്പോഴും ഒരു സ്റ്റാൻഡേർഡ് ഫോമിലാണ് വന്ന് നിൽക്കുക. എ മൈനസ് ഐ ബി ഇൻറ്റു എ പ്ലസ് ഐ ബി. ശ്രദ്ധിക്കണേ, എ മൈനസ് ഐ ബി ഇൻറ്റു എ പ്ലസ് ഐ ബി എന്നുള്ള രീതിയിലായിരിക്കും വന്ന് നിൽക്കുക എല്ലായ്പ്പോഴും. അതായത് ഈ ഡിനോമിനേറ്ററിലുള്ള കോംപ്ലക്സ് നമ്പറിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യുന്ന, റാഷണലൈസ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പിൽ തീർച്ചയായും ഡിനോമിനേറ്റർ ഇസ് ഇൻ ദ ഫോം ഓഫ് എ പ്ലസ് ഐ ബി ഇൻറ്റു എ മൈനസ് ഐ ബി. ഇതിൻ്റെ റിസൾട്ടായിട്ട് ഓർത്ത് വയ്ക്കാം, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഈ ഒരു റിസൾട്ട് നിങ്ങൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ അത്രയും സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും. ശ്രദ്ധിക്കുക, സാധാരണ ഐഡൻറ്റിറ്റിയിലെ റിസൾട്ട് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഉണ്ട്. ഓക്കെ, അത് വെച്ച് ഇവിടെ നടുക്ക് മൈനസ് ഇടരുത്, കാരണം ഇവിടെ ബി മാത്രമേ ഉള്ളൂ, പക്ഷേ ഇവിടെ ഐ ബി ആണ്. ഐയുടെ സ്ക്വയറും കൂടെ കയറി വരുമ്പോൾ നടുക്ക് 2 മൈനസുകൾ ചേർന്ന് പ്ലസ് ആവും.
എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ ആ ഒരു ഫോർമാറ്റാണ് ഡിനോമിനേറ്ററിൽ എ മൈനസ് ഐ ബി ഇൻറ്റു എ പ്ലസ് ഐ ബി ഫോം. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ 3 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. ബി എന്ന് പറയുന്നത് ഐയുടെ കോയിഫിഷ്യൻ്റ് ആണ്, ശരിയല്ലേ? ബി എന്ന് പറയുന്നത് എന്താണ്? ഐയുടെ കോയിഫിഷ്യൻ്റ് ആണ്. ഇവിടെ ഐയുടെ കോയിഫിഷ്യൻ്റ് 1 ആയതുകൊണ്ടാണ് 3 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ 1. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. സോ ദിസ് ഈസ് ഈക്വൽ ടു 6, 2yയും 3yയും കൂടെ ആഡ് ചെയ്യുമ്പം 5y, ഐ സ്ക്വയർ എന്താണ്? -1 ബൈ 3 സ്ക്വയർ ഈസ് 9 പ്ലസ് 1 സ്ക്വയർ ഈസ് 1. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു 6 - 1 എന്താണ്? 5 പ്ലസ് 5y ഡിവൈഡഡ് ബൈ 9 പ്ലസ് 1 10. സ്പ്ലിറ്റ് ചെയ്യാം. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്താണ് വരിക? 5/10 പ്ലസ് 5i ബൈ 10. ശരിയാണല്ലോ? 5/10 എന്താണ്? 1/2 പ്ലസ് 1/2i. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 1/2 പ്ലസ് 1/2i. ഇതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ എ പ്ലസ് ഐ ബി ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമത്തെ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരവായി എക്സ്പ്രസ് ഇസഡ് ഇൻ ദ ഫോം ഓഫ് എ പ്ലസ് ഐ ബി. ബി പാർട്ടിൽ അവരെന്താണ് ആവശ്യപ്പെടുന്നത്? ഇസഡിനെ നമ്മൾ പോളാർ ഫോമിലാക്കി കാണിക്കണം. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ബി പാർട്ട് സ്റ്റാർട്ട് ചെയ്യാം. പോളാർ ഫോമിൻ്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇക്വേഷൻ ആദ്യമേ എഴുതി വെക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ഡ്യൂട്ടി. എന്താണ് പോളാർ ഫോം ഓഫ് ഇസഡ് എന്ന് പറയുന്നത്? ഇസഡ് ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. ഇതാണ് എന്തെന്ന് പറയുന്നത്? പോളാർ ഫോം ഓഫ് ഇസഡ് എന്ന് പറയുന്നത്. ഇവിടെ ആർ എന്ന് പറയുന്നത് എന്താണ്? മോഡുലസ് ഓഫ് ഇസഡ് ആണ്. And that is calculated by using the equation root of a square plus b square. Okay. തീറ്റ കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്താണ്? tan തീറ്റ ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ബി ബൈ എ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷൻസ് എല്ലാം ഒന്ന് എഴുതിയിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപിടിച്ച് വരാം. മോഡുലസ് കണ്ടുപിടിക്കുകയാണെ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. സോ ഇതിനെ നമ്മൾ എ പ്ലസ് ഐ ബി ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എയുടെ വാല്യൂ എന്താണ്? 1/2. എയുടെ വാല്യൂ 1/2. ബിയുടെ വാല്യൂ എന്താണ്? 1/2. ശരിയാണല്ലോ? എയുടെ വാല്യൂ 1/2, ബിയുടെ വാല്യൂ 1/2. ശരിയല്ലേ? അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ 1/2ൻ്റെ സ്ക്വയർ പ്ലസ് 1/2ൻ്റെ സ്ക്വയർ ഈക്വൽ ടു റൂട്ട് 1/4 പ്ലസ് 1/4 ഇസ് ഈക്വൽ ടു റൂട്ട് ഡിനോമിനേറ്റർ സെയിം ആണ്, ന്യൂമറേറ്റേഴ്സ് ആഡ് ചെയ്യാം. 1 + 1 2 വരും. സോ റൂട്ട് 2/4 ശ്രദ്ധിക്കണേ, റൂട്ട് ഓഫ് 2/4 വരും. റൂട്ട് 2/4 കട്ട് ചെയ്യുമ്പോൾ റൂട്ട് 1/2. സോ റൂട്ട് 2/4 കട്ട് ചെയ്യുമ്പോൾ എന്താണ്? റൂട്ട് 1/2. മുകളിലും താഴെ സെപ്പറേറ്റ് റൂട്ട് കൊടുത്താൽ എന്ത് കിട്ടും? 1/√2. എന്താണ്? 1/√2. സോ മോഡുലസ് ഓഫ് ഇസഡ് എന്ത് കിട്ടി? 1/√2. ടാൻ തീറ്റ ഈക്വൽ ടു മോഡുലസ് ഓഫ് ബി ബൈ എ ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ബിയുടെ പ്ലേസിൽ എന്ത് കൊടുക്കാം? 1/2. എയുടെ പ്ലേസിലും 1/2. മോഡുലസ് ഓഫ് 1/2 ഡിവൈഡഡ് ബൈ 1/2. ശരിയാണല്ലോ? 1/2 1/2 ക്യാൻസൽ ആയാൽ മോഡുലസ് ഓഫ് 1 1. സോ ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? 1. ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു എന്താണ്? 1, വിച്ച് ഇംപ്ലൈസ് തീറ്റ ഇസ് ഈക്വൽ ടു ടാനിന് ഏത് ആംഗിളാണ് ഉത്തരം 1 കിട്ടുന്നത്? ടാൻ 45 ഡിഗ്രി ആണ്. ശരിയല്ലേ? ടാൻ 45 ഡിഗ്രി ആണ് ഉത്തരം 1 കിട്ടുന്നത്. 45ൻ്റെ കറസ്പോണ്ടിങ് റേഡിയൻ എന്താണ്? π/4. തീറ്റ ഇസ് ഈക്വൽ ടു എന്താണ്? π/4. ഇനി ഈ ആറിൻ്റെയും തീറ്റയുടെയും വാല്യൂസ് ഉപയോഗിച്ച് നമ്മൾ എന്ത് എഴുതുന്നു? ഫൈനലായിട്ടുള്ള പോളാർ ഫോം എഴുതുന്നു. ദെയർഫോർ പോളാർ ഫോം, ശ്രദ്ധിക്കണേ, പോളാർ ഫോം കോമ ഇസഡ് ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു എന്ന് പറയുമ്പോൾ എന്ത് വരും? ആർ എന്ന് പറയുന്നത് എന്താണ്? 1/√2. 1/√2 ഇൻറ്റു കോസ് തീറ്റ. കോസ് തീറ്റയുടെ പ്ലേസിൽ എന്ത് കൊടുക്കണം? π/4 പ്ലസ് ഐ ഇൻറ്റു സൈൻ തീറ്റ. തീറ്റയുടെ പ്ലേസിൽ എന്ത് കൊടുക്കണം? π/4. ഓക്കെ, സോ ഇതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഫൈനലായിട്ടുള്ള പോളാർ ഫോം എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. തീർച്ചയായും നല്ലപോലെ ഒന്ന് എഴുതി പഠിക്കുക കേട്ടോ. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സോ അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കോംപ്ലക്സ് നമ്പേഴ്സിലെ തന്നെ ചോദ്യമാണ്. റെപ്രസെൻറ്റ് ദി കോംപ്ലക്സ് നമ്പർ 1 + i√3 ഇൻ പോളാർ ഫോം. ശ്രദ്ധിക്കുക, 1 + i√3 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിനെ നമ്മൾ പോളാർ ഫോമിലേക്ക് മാറ്റണം. z ഇസ് ഈക്വൽ ടു 1 + i√3. അതിനെ a + ib-യുമായിട്ട് ഇക്വേറ്റ് ചെയ്താൽ a ഇസ് ഈക്വൽ ടു 1, b ഇസ് ഈക്വൽ ടു √3. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? പോളാർ ഫോമിൻ്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇക്വേഷൻസ് എഴുതണം. പോളാർ ഫോം z ഇസ് ഈക്വൽ ടു r ഇൻറ്റു കോസ് തീറ്റ പ്ലസ് i ഇൻറ്റു സൈൻ തീറ്റ. ഓക്കെ, r എന്ന് പറയുന്നത് എന്താണ്? മോഡ് z ആണ്. മോഡ് z എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ്
വാല്യൂസ് കൊടുക്കുമ്പോൾ എന്താണ് വരിക? 1 സ്ക്വയർ പ്ലസ് റൂട്ട് 3 സ്ക്വയർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 പ്ലസ് 3 ഇസ് ഈക്വൽ ടു റൂട്ട് 4 ഇസ് ഈക്വൽ ടു എന്താണ് 2. സോ അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? മോഡ് Z കണ്ടുപിടിച്ചു, അഥവാ ആറിൻ്റെ വില കണ്ടുപിടിച്ചു. തീറ്റ കണ്ടുപിടിക്കാനായിട്ട് ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണം? ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ബി ബൈ എ ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ബി എന്ന് പറയുന്നത് റൂട്ട് 3 ബൈ എ എന്ന് പറയുന്നത് 1 ഇസ് ഈക്വൽ ടു എന്താണ്? റൂട്ട് 3. ഇപ്പം ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു റൂട്ട് 3 എന്ന് പറഞ്ഞാൽ എന്താണ്? വിച്ച് ഇംപ്ലൈസ് തീറ്റ ഇസ് ഈക്വൽ ടു ടാനിന് ഏത് ആംഗിളാണ് ഉത്തരം? റൂട്ട് 3 വരുന്നത്. ടാൻ 60 ആണ് റൂട്ട് 3, ശരിയല്ലേ? ടാൻ 60 ആണ് റൂട്ട് 3 എന്ന് പറയുന്നത്. 60യുടെ കറസ്പോണ്ടിങ് റേഡിയൻ എന്താണ്? പൈ ബൈ 3. 60യുടെ റേഡിയൻ എന്താണ്? പൈ ബൈ 3. അപ്പോൾ തീറ്റയുടെ വിലയും കണ്ടെത്തി. ഓക്കെ, ഇനി ഈ തീറ്റയുടെ വിലയും ആറിൻ്റെ വിലയും പോളാർ ഫോമിൽ കൊടുത്താൽ ഫൈനൽ ആയിട്ടുള്ള ഉത്തരമായി. ദെർഫോർ Z is equal to R into എന്ന് പറയുമ്പോൾ എന്താണ്? 2 into cos തീറ്റ എന്ന് പറയുമ്പോൾ എന്താണ്? പൈ ബൈ 3 പ്ലസ് I into സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ എന്താണ്? പൈ ബൈ 3. സോ ഇതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ പോളാർ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് പാർട്ട് നോക്കാം. ബി പാർട്ട്. സോൾവ് 2x സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ഈക്വൽ ടു 0 ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ നിന്നുള്ള ചോദ്യമാണ്. അത് സോൾവ് ചെയ്ത് വരുമ്പോൾ റൂട്ടിനുള്ളിൽ 100% നെഗറ്റീവ് വരും. കാരണം ഇത് ഏത് ചാപ്റ്ററിലെ ചോദ്യമാണ്? കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷനിലെ ചോദ്യമാണ്. ഓക്കെ, മൈനസ് ബി പ്ലസ് ഓർ മൈനസ് ഉപയോഗിച്ച് നമുക്ക് സോൾവ് ചെയ്യാം. ശ്രദ്ധിച്ചിരിക്കുക, ഇവിടെ എയുടെ വാല്യൂ 2, ബിയുടെ വാല്യൂ 1, സിയുടെ വാല്യൂ 1, ശരിയല്ലേ? ഇതിനെ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0, എ നോട്ട് ഈക്വൽ ടു 0 എന്നുള്ള സ്റ്റാൻഡേർഡ് ഫോമുമായിട്ട് കമ്പയർ ചെയ്താൽ എ ബി സി വാല്യൂസ് കിട്ടും. എയുടെ വാല്യൂ 2, ബിയുടെ വാല്യൂ 1, സിയുടെ വാല്യൂ 1. എക്സിൻ്റെ വില എന്താണ്? 10ാം ക്ലാസ് തൊട്ട് നമുക്ക് അടിപൊളിയായിട്ട് അറിയാവുന്ന ഒരു ഇക്വേഷൻ എന്താണ്? മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac ഹോൾ ഡിവൈഡഡ് ബൈ എന്താണ്? 2a. സോ അപ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷനിലേക്ക് എ ബി സിയുടെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ അപ്പോൾ നമ്മൾ എ ബി സി വാല്യൂസ് ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ് വരിക? ദിസ് ഈസ് ഈക്വൽ ടു -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ എന്ന് പറയുമ്പം 1 സ്ക്വയർ മൈനസ് 4ac 4 ഇൻറ്റു 2 ഇൻറ്റു 1, ശരിയല്ലേ? 4 ഇൻറ്റു 2 ഇൻറ്റു 1 ഹോൾ ഡിവൈഡഡ് ബൈ 2a. 2a എന്ന് പറയുമ്പോൾ എന്താണ്? 2 ഇൻറ്റു 2, ശരിയാണല്ലോ? സോ ഇത് ചെയ്തെടുക്കുമ്പോൾ എന്താണ് വരിക? ദിസ് ഈസ് ഈക്വൽ ടു -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 1 സ്ക്വയർ എന്ന് പറയുന്ന 1 മൈനസ് 4 ഇൻറ്റു 2 ഇൻറ്റു 1 എന്താണ്? 8 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2 എന്താണ്? 4 ഇസ് ഈക്വൽ ടു -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് 1 മൈനസ് 8 എന്താണ്? -7 ബൈ എന്താണ്? 4 ഈക്വൽ ടു -1 പ്ലസ് ഓർ മൈനസ്. ശ്രദ്ധിച്ചിരിക്കുക, എന്താണ് റൂട്ട് ഓഫ് -7 എന്ന് പറയുന്നത്? റൂട്ട് -7 എന്ന് പറയുന്നത് എന്താണ്? 7i, റൂട്ട് 7i, ശരിയല്ലേ? റൂട്ട് -7 എന്ന് പറഞ്ഞാൽ റൂട്ട് 7i ആണ്. അതെങ്ങനെയാണ് ഇത് വരിക? റൂട്ട് -7 എനിക്ക് റൂട്ട് -1 ഇൻറ്റു റൂട്ട് 7 എന്ന് എഴുതാം, ശരിയല്ലേ? റൂട്ട് -1 എന്താവും? i ആവും, ബാക്കി റൂട്ട് 7. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് റൂട്ട് -9 എന്ന് പറഞ്ഞാൽ 9ന്റെ റൂട്ട് 3, റൂട്ടിനുള്ളിൽ മൈനസ് വന്നാൽ അതിനെ i ആക്കി പുറത്തിട്ടാൽ മതി, ശരിയല്ലേ? റൂട്ട് -11 എന്ന് പറഞ്ഞാൽ റൂട്ട് 11 അതേപോലെ ഇടുക. റൂട്ടിനുള്ളിൽ നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതിനെ i ആക്കി റൂട്ടിൻ്റെ പുറത്ത് വേണം ഇടാൻ, കേട്ടോ. സോ റൂട്ട് 11i എന്നിടാം, ശരിയല്ലേ? ഇപ്പോൾ റൂട്ട് ഓഫ് -7 എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് 7i, റൂട്ട് 7i ഡിവൈഡഡ് ബൈ എന്താണ്? 4. അപ്പോൾ ഇവിടം വരെ എഴുതി നിർത്തിയാൽ മതി. ഇതാണ് അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് 7i ബൈ 4. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലീനിയർ ഇനീക്വാളിറ്റിയിലെ ചോദ്യമാണ്. സോ ശ്രദ്ധിക്കുക. സോൾവ് 4x മൈനസ് 5 ലെസ് ദാൻ 7 when x is a real number. സെക്കൻഡ് ക്വസ്റ്റ്യൻ, സോൾവ് ദ ഫോളോയിങ് സിസ്റ്റം ഓഫ് ഇനീക്വാളിറ്റീസ് ഗ്രാഫിക്കലി. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം ചെയ്ത് നോക്കാം. ശ്രദ്ധിച്ചിരിക്കുക. സോ 4x മൈനസ് 5 ലെസ് ദാൻ 7 സോൾവ് ചെയ്യാനാണ് പറയുന്നത്. വളരെ നിഷ്പ്രയാസം ചെയ്യാൻ സാധിക്കുന്ന ചോദ്യം. 4x മൈനസ് 5 ലെസ് ദാൻ 7, -5 അപ്പുറത്ത് പോയാൽ എന്താവും? +5 ആവും, ശരിയല്ലേ? അപ്പോൾ 4x ലെസ് ദാൻ 7 പ്ലസ് 5, 4x ലെസ് ദാൻ 12, x ലെസ് ദാൻ 4 ഇപ്പുറത്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. 12/4 x ലെസ് ദാൻ 3, ശരിയാണല്ലോ? സോ ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. ഈ സൊല്യൂഷൻ നമുക്ക് ഇൻ്റർവെലിൻ്റെ ഭാഷയിൽ കൂടെ എഴുതിയാൽ വളരെ മനോഹരമാണ്. സോ x ബിലോങ്സ് ടു 3 മുതൽ, അതായത് -∞ മുതൽ 3 വരെ. x ലെസ് ദാൻ 3 എന്ന് പറഞ്ഞാൽ -∞ തുടങ്ങി 3 വരെ വരാം, ശരിയല്ലേ?
-∞ മുതൽ 3 വരെ. ഇനി ബ്രാക്കറ്റുകൾ ശ്രദ്ധിക്കണം. ഇൻഫിനിറ്റിക്ക് എപ്പോഴും ഓപ്പൺ ബ്രാക്കറ്റ് ആണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇല്ല, അഥവാ ഇൻക്ലൂഡിങ് അല്ല, എക്സ്ക്ലൂഡിങ് ആയതുകൊണ്ട് ഇവിടെയും ഓപ്പൺ ബ്രാക്കറ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. സോ ഓപ്പൺ ഇൻ്റർവൽ -∞ ടു ഓപ്പൺ ഇൻ്റർവൽ 3. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള ഉത്തരം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ബി പാർട്ട് നോക്കാം. ഗ്രാഫിക്കലായിട്ട് സോൾവ് ചെയ്യാനാണ് പറയുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് തന്നിട്ടുള്ള കൺസ്ട്രെയിൻസ്, ആദ്യത്തെ കൺസ്ട്രെയിൻറ്റ് ഞാൻ ചൂസ് ചെയ്യാണ്. 3x + 4y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12. അടുത്ത സ്റ്റെപ്പിൽ ഇതിൻ്റെ സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ നേരത്തെ ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളതാണ്, സിമ്പിളായി ചെയ്യാൻ സാധിക്കും. 3x + 4y അടുത്ത സ്റ്റെപ്പിൽ എന്താക്കണം, ഈക്വൽ ടു 12 ആക്കണം. ശരിയല്ലേ? ഇനി അതിൻ്റെ താഴെ നമ്മളൊരു ടാബുലാർ കോളം വരയ്ക്കുകയാണ്. അതിനുശേഷം ഇതേപോലെ XY മാർക്ക് ചെയ്യണം. ഡയഗണലായിട്ട് 2 0 ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ കൺഫ്യൂഷൻസ് ഒന്നും നമ്മൾ വരുത്തില്ല. എക്സിന് 0 കൊടുത്താൽ വേണ്ട, ഈ ടേം 0 ആയി. 4y = 12 കിട്ടും. y = 12/4. 12/4 എന്താണ്? 3. ശരിയാണല്ലോ. ഇനി yക്ക് 0 കൊടുത്താൽ 3x = 12, x = 12/3 എന്താണ്? 4. ഓക്കെ. സോ അപ്പം XY വാല്യൂസ് വെച്ച് കോർഡിനേറ്റ്സ് ഉണ്ടാക്കിയാൽ എങ്ങനെ വരും? ഒരു x കോർഡിനേറ്റും y കോർഡിനേറ്റും കൂടെ ചേർത്ത് 0 3, ഇവിടെ 4 0. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താണ് നോക്കുന്നതെന്ന് വെച്ചാൽ ഒറിജിനിൽ ഈ ഒരു ഇനിക്വാളിറ്റി ശരിയോ തെറ്റോ എന്ന് വെരിഫൈ നോക്കും. ഒറിജിനിൽ ഇത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് വെരിഫൈ നോക്കും. അതിനുവേണ്ടി നമ്മൾ ഈ ഇനിക്വാളിറ്റിക്കകത്ത് ഒറിജിൻ കൊടുത്തു നോക്കാം. ശ്രദ്ധിച്ചിരിക്കുക, ഒറിജിൻ കൊടുക്കുമ്പോൾ എന്താണ് വരിക? 0 ലെസ് ദാൻ 12. 0 12നേക്കാൾ ചെറുതാണ്. ഇതെന്താണ്? ശരിയാണ്. ദിസ് ഇസ് ട്രൂ. ഓക്കെ. ട്രൂ ആണോ ഫോൾസ് ആണോ എന്നും കൂടെ കണ്ടുപിടിച്ച് വയ്ക്കുക. ലൈൻ വരച്ചതിന് ശേഷം അത് പ്രയോജനപ്പെടും. അടുത്ത എന്താണ്? x > 0, y > 0. x > 0, y > 0. ഓക്കെ. ഈ രണ്ട് കണ്ടീഷൻസ് കമ്പൈൻ ചെയ്ത് കിട്ടുന്ന റീജിയൻ, സൊല്യൂഷൻ റീജിയൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണ്. എന്താണ്? ഇത് ഞാൻ ഓൾറെഡി നിങ്ങളെ പഠിപ്പിച്ചാണ്. ഏറ്റവും നിഷ്പ്രയാസം ഓർത്ത് വയ്ക്കാം. ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. ശരിയല്ലേ? x > 0യും y > 0യും കൂടെ ചേർന്നുണ്ടാക്കുന്ന റീജിയൻ നമ്മുടെ ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണ്. അത് ഞാൻ എങ്ങനെയാണെന്നുള്ളത് പ്രീവിയസ് ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതുമാണ്. ഓക്കെ. സോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഗ്രാഫ് വരച്ച് നോക്കാം. ശ്രദ്ധിക്കുക. ഇപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ് നമുക്ക് സംഖ്യകൾ, നെഗറ്റീവ് നമ്പേഴ്സ് ഒന്നും ഇല്ല. ഇപ്പോൾ സംഖ്യകളെല്ലാം ഫസ്റ്റ് ക്വാഡ്രൻറ്റ് വരുന്ന രീതിയിലാണ്, സൊല്യൂഷൻ റീജിയൻ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ വരുന്ന രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റ് ബൂസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ x ആക്സിസും y ആക്സിസും വരയ്ക്കുകയാണേ. ഓക്കെ. ശ്രദ്ധിച്ചിരിക്കുക. ബോർഡിൽ വരയ്ക്കുമ്പോൾ ചെറിയ വളവും തിരിവും ഒക്കെ ഉണ്ടാവും. നിങ്ങൾ ബുക്കിൽ വരയ്ക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് സ്കെയിലും പെൻസിലും ഉപയോഗിച്ച് വരയ്ക്കണം. ലൈൻ വരച്ചു. x ഡാഷ്, y ഡാഷ്. ഓക്കെ. ശ്രദ്ധിക്കുക. കോർഡിനേറ്റ്സ് മാർക്ക് ചെയ്യാം. 0 3 4 0. അപ്പം 3 4 ഒക്കെയാണ്. അപ്പം ഞാൻ ആക്സിസുകളിൽ 5 വരെയുള്ള സംഖ്യകൾ എഴുതുന്നു. 1 2 3 4 5 6 കൂടി ഇരിക്കട്ടെ. 1 2 3 4 5 6 7 വരെ പോട്ടെ. -1 -2 -1. ഓക്കെ. ശ്രദ്ധിച്ചിരിക്കുക. ഇപ്പോൾ 0 3 മാർക്ക് ചെയ്യണം. 0 3. അപ്പോൾ x ആക്സിസിൽ നിന്ന് 0, y ആക്സിസിൽ നിന്ന് 3. ഈ പോയിന്റ് ആണ് 0 3. അടുത്ത എന്താണ്? 4 0. x ആക്സിസിൽ നിന്ന് 4, y ആക്സിസിൽ നിന്ന് 0. ഈ രണ്ട് പോയിന്റ്സുകൾ ജോയിൻ ചെയ്തുകൊണ്ട് എന്ത് വരയ്ക്കുക? ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഓക്കെ. ബോർഡിൽ വരയ്ക്കുമ്പോൾ ചെറിയ വളവും തിരിവും ഒക്കെ ഉണ്ടാവും. നിങ്ങൾ വരയ്ക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് സ്ട്രെയിറ്റ് ലൈനായിട്ട് വരയ്ക്കണേ. ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഈ പോയിന്റ് ഏതാണ്? 0 3. ഈ പോയിന്റ് ഏതാണ്? 4 0. ഓക്കെ. ലൈൻ വരച്ചു. ലൈൻ വരച്ചതിന് ശേഷം ആദ്യം നിങ്ങൾ മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യം ഈ ഒരു ആരോ മാർഗ്, നോൺ എൻഡിങ് ആരോ മാർഗുകൾ ഇടുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതൊരു ലൈൻ സെഗ്മെന്റ് ആയിട്ടേ തോന്നുള്ളൂ. ഒരു എൻഡ് ചെയ്യാത്ത ലൈൻ ആണെന്ന് കാണിക്കാനായിട്ട് ഈ രണ്ട് സൈഡിലും ആരോ മാർഗുകൾ നിർബന്ധമായി ഇട്ടിരിക്കണം. ഓക്കെ. ഇനി അതിൻ്റെ അടുത്ത സ്റ്റെപ്പിൽ തീർച്ചയായും ഒരു ലൈൻ വരച്ചതിന് ശേഷം ലൈനിൻ്റെ ഇക്വേഷൻ നമ്മൾ അവിടെ എഴുതിയിടണം. ലൈനിൻ്റെ ഇക്വേഷൻ എന്താണ്? 3x + 4y = 12. സോ ആ ഇക്വേഷൻ ഞാൻ എഴുതുന്നുണ്ട്. 3x + 4y = എന്താണ്? 12. ഇനി ഇതിൻ്റെ ഫീസിബിൾ റീജിയൻ ഒന്ന് മാർക്ക് ചെയ്തിടുക എന്നുള്ളതാണ് അടുത്ത ജോലി. ഒറിജിനിൽ ഇത് ശരിയോ തെറ്റോ? ഒറിജിനിൽ ഇതെന്താണ്? ട്രൂ ആണ്. ശരിയല്ലേ? ഒറിജിൻ കൊടുത്താൽ അത് ട്രൂ ആയിട്ടാണ് കിട്ടുന്നത്. സോ ഒറിജിനൽ ട്രൂ ആയതുകൊണ്ട് ഒറിജിൻ്റെ അങ്ങോട്ട് ഇങ്ങനെ ഫീസിബിൾ റീജിയൻ മാർക്ക് ചെയ്തിടുക. ഓക്കെ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഒറിജിൻ എവിടെയാണോ അങ്ങോട്ട് വേണം മാർക്ക് ചെയ്യാൻ. ഇപ്പോൾ ഒറിജിനൽ ഫോൾസ് ആണെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മൾ ഫീസിബിൾ റീജിയൻ മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ. ശ്രദ്ധിച്ചിരിക്കുക. ഇനി അടുത്ത നമ്മുടെ റീജിയൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണ്. ഇപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റും ഈ കാണുന്ന ഫസ്റ്റ് ക്വാഡ്രൻറ്റും ഈ ഫീസിബിൾ റീജിയനും കൂടെ ചേർന്നുണ്ടാക്കുന്ന ഫൈനൽ സൊല്യൂഷൻ റീജിയൻ എന്ന് പറയുന്നത് എന്താണ്?
ഞാനിപ്പോൾ ഈ ഷെയ്ഡ് ചെയ്യുന്ന റീജിയനാണ്, ശരിയല്ലേ? ഇപ്പോൾ ഞാൻ ഈ ഷെയ്ഡ് ചെയ്യുന്ന റീജിയനാണ് നമ്മുടെ ഫൈനലായിട്ടുള്ള ഗ്രാഫിക്കൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരുന്ന പോർഷൻ വരും, വൈ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരുന്ന പോർഷൻ. അതായത് ഫസ്റ്റ് ക്വാഡ്രൻറ്റും ഈ ഒരു സൊല്യൂഷൻ, ഈ ഒരു പർട്ടിക്കുലർ റീജിയനും തമ്മിൽ ഉണ്ടാക്കുന്ന, ഈ ഒരു ലൈനിൻ്റെ ഫിസിബിൾ റീജിയനും തമ്മിൽ ഉണ്ടാക്കുന്ന ഫൈനൽ സൊല്യൂഷൻ റീജിയനാണ് ഞാൻ ക്ലിയർ ആയിട്ട് ഷെയ്ഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. സോ ഇതാണ് ഇതിൻ്റെ ഗ്രാഫിക്കൽ സൊല്യൂഷൻ. ക്ലിയർ. സോ അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദ സ്റ്റേറ്റ്മെന്റ് 3^2n-1 ഈസ് ഡിവിസിബിൾ ബൈ 8. ഓപ്ഷൻ്റെ എ പാർട്ട്, ക്വസ്റ്റ്യൻ്റെ എ പാർട്ട്. ചെക്ക് വെദർ ദ സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ഫോർ n = 1. n = 1 സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെളിയിച്ച് കാണിക്കണം. ഇപ്പോൾ PMI അഥവാ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിൽ 2 ടൈപ്പ് ചോദ്യങ്ങളാണുള്ളത്. ഒന്ന് എന്നിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ട് ഒരു LHSഉം RHSഉം വരുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ, പിന്നെ ഇതേപോലെ ഡിവിസിബിലിറ്റി അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആണോ പോലെയുള്ള സ്റ്റേറ്റ്മെന്റുകൾ. അപ്പോൾ രണ്ടും 2 രീതിയിലാണ് അപ്രോച്ച് ചെയ്യുന്നത്. ജനറലി പ്രൊസീജിയർ റിമെയിൻസ് സെയിം. അപ്പോൾ ഈ ഒരു ചോദ്യം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. ശ്രദ്ധിക്കുക. ചെക്ക് വെദർ ദ സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ഫോർ n = 1. അപ്പം നമ്മുടെ PMIയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ. അപ്പോൾ ഫോർ n = 1 എന്താണ് സംഭവിക്കാൻ നോക്കാം. ഇവിടെ സ്റ്റേറ്റ്മെന്റിൽ n-ന്റെ പ്ലേസിൽ 1 കൊടുക്കുക. 3^2 × 1 - 1 = 3^2 × 1 എന്താണ് 2 - 1 = 3² എന്താണ് 9 - 1 = 8. ക്ലിയർ ആണല്ലോ. 8 എന്ന് പറയുന്നത് 8 കൊണ്ട് ഡിവിസിബിൾ ആണ്, ശരിയല്ലേ? അപ്പോൾ എന്താണ് 8 ഈസ് ഡിവിസിബിൾ ബൈ 8. ഡിവിസിബിൾ ബൈ എന്താണ് 8. ക്ലിയർ. സോ അപ്പോൾ നമ്മുടെ ആദ്യത്തെ പാർട്ട് കംപ്ലീറ്റ് ആയി. ദ സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ഫോർ n = 1. ദെർഫോർ ദി സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ഫോർ n = എന്താണ് 1. ഓക്കെ. ഇനി നമുക്ക് സെക്കൻഡ് പാർട്ട് നോക്കാം. Using principle of mathematical induction, show that the statement is true for all natural numbers. എല്ലാ നാച്ചുറൽ സംഖ്യകൾക്കും എല്ലാ എണ്ണൽ സംഖ്യകൾക്കും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് തെളിയിച്ച് കാണിക്കണം. അപ്പം അതിനുവേണ്ടി ചെയ്യുന്ന സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ്? ഇൻഡക്ഷൻ്റെ സെക്കൻഡ് ആൻഡ് തേർഡ് സ്റ്റെപ്സ്. അസ്യൂം ദാറ്റ് ദ സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ഫോർ n = k, and after that we should have to prove that the statement is true for n = k+1. ശരിയല്ലേ? അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണ്? അസ്യൂം ദാറ്റ് ദ സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ഫോർ n = k. അപ്പോൾ ഇൻഡക്ഷൻ വെച്ച് തെളിയിച്ച് കാണിക്കണമെങ്കിൽ ആദ്യം n = 1 ശരിയാണെന്ന് കാണിക്കണം. അത് ഓൾറെഡി നമ്മൾ കാണിച്ചു കഴിഞ്ഞു. അതിൻ്റെ അടുത്ത സ്റ്റെപ്പിൽ n = kക്ക് സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് അസ്യൂം ചെയ്യണം. ആ അസംഷൻ വെച്ചുകൊണ്ട് n = k+1 ശരിയാണെന്ന് തെളിയിച്ച് കാണിക്കണം. ഓക്കെ. അപ്പോൾ അസ്യൂം ദാറ്റ് ദ സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ഫോർ n = k. അസ്യൂം ദാറ്റ് ദി സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ഫോർ Assume that the statement is true for n = k. True for n = k. അതായത് ശ്രദ്ധിച്ചിരിക്കുക, നമ്മുടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ n മാറ്റി k ആക്കണം. n മാറ്റി k ആക്കുമ്പോൾ എന്താണ് വരിക? 3^2k - 1 ഈസ് ഡിവിസിബിൾ ബൈ എന്താണ്? ഡിവിസിബിൾ ബൈ 8. ശരിയാണല്ലോ. അതായത് 3^2k - 1 എനിക്ക് 8 കൊണ്ട് ഹരിക്കാൻ സാധിക്കും. സോ 8 കൊണ്ട് ഹരിക്കുമ്പോൾ എനിക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു നാച്ചുറൽ നമ്പർ ഉത്തരം കിട്ടും. 3^2k - 1 8 കൊണ്ട് ഹരിക്കുമ്പോൾ എനിക്കൊരു ഉത്തരം കിട്ടും. ആ ഉത്തരത്തിനെ ഞാൻ d എന്ന് വിളിക്കുകയാണ്. ഡിവിസിബിലിറ്റി എന്നല്ലേ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ d എന്ന് വിളിക്കുകയാണ്. ആ d എന്ന് പറയുന്നത് എന്താണ്? n-ലാത്തുള്ള ഒരാളാണ്. d belongs to n ആണ്, ശരിയല്ലേ? ഈ ബൈ 8 ഇങ്ങോട്ട് ക്രോസ് ചെയ്താൽ എന്ത് വരും? 3^2k - 1 = 8d എന്ന് വരും, ശരിയല്ലേ? ഇനി ഈ -1 അപ്പുറത്ത് കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? 3^2k = 8d + 1. ശരിയാണല്ലോ. ഇതിനെ ജസ്റ്റ് ഒരു ഇക്വേഷൻ നമ്പർ 1 എന്ന് വല്ലതും കൊടുത്തിട്ടേക്കാം. പിന്നീട് ഇവൻ്റെ ഉപയോഗം നമുക്ക് വരും. സോ നമ്മുടെ തേർഡ് സ്റ്റെപ്പ് എന്താണ് ഇൻഡക്ഷനകത്ത്? വി ഷുഡ് ഹാവ് ടു പ്രൂവ് ദാറ്റ് ദ സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ഫോർ n = k+1. ശരിയല്ലേ? സോ അപ്പോൾ n = k+1 ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് തെളിയിച്ച് കാണിക്കണം. അതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇൻഡക്ഷൻ എങ്കിൽ മാത്രമേ ഇൻഡക്ഷൻ അനുസരിച്ച് ആ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് പറയാൻ സാധിക്കൂ. സോ ഫോർ n = k+1. n = എന്താണ്? k+1. നമ്മുടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ n-ന്റെ പ്ലേസിൽ k+1 കൊടുക്കുക. അപ്പോൾ എന്താണ് വരിക? 3^2 × k+1 - 1. ശരിയല്ലേ? 3^2 × k+1 - 1 ഈസ് ഡിവിസിബിൾ ബൈ 8 എന്ന് എഴുതരുത്.
ഈസ് ഡിവിസിബിൾ ബൈ 8 ആണെന്ന് നമ്മൾ തെളിയിച്ച് കാണിക്കണം. അതാണ് നമ്മുടെ ജോലി. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു, അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യാം, മുകളിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം, 2 കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ എന്താണ് വരിക, 3/2k + 2 എന്ന് വരും, -1. ശരിയാണല്ലോ. ഇനി a⁻m+n നെ a⁻m × a⁻n എന്ന് എഴുതാം. a⁻m+n നെ എങ്ങനെ എഴുതാം, a⁻m × a⁻n എന്ന് എഴുതാം. ശരിയല്ലേ? സോ അതനുസരിച്ച് 3/2k + 2 നെ 3/2k × 3² എന്ന് എഴുതാം, -1. ശരിയാണല്ലോ. 3² എന്താണ്, 9 × 3/2k -1. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു 9 × 3/2k പകരം കൊടുക്കാൻ പാകത്തിന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് നമ്മുടെ നിപ്പുണ്ട്. 3/2k ആരാണ്, 8d + 1. ശരിയല്ലേ? അപ്പോൾ ഈ 3/2kയുടെ പ്ലേസിൽ എന്ത് കൊടുക്കണം, 8d + 1 കൊടുക്കണം, -1. ശരിയാണല്ലോ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ എന്താണ് സംഭവിക്കുക, 9×8 72. ശരിയല്ലേ? 9×8 72d + 9 × 1 9 -1. ശരിയാണല്ലോ. സോ ദിസ് ഈസ് ഈക്വൽ ടു 72d + 9 - 1 എന്താണ്, 8. ക്ലിയർ? സോ 9×8 72d + 9 × 1 9 -1 ഉണ്ട്. ഈ 9 - 1 എന്താവും, 8. ഇനി ഈ രണ്ട് ടേംസിൽ നിന്നും നമുക്ക് എന്ത് പുറത്തെടുക്കാൻ പറ്റും, 8നെ പുറത്തെടുക്കാൻ പറ്റും. 8നെ പുറത്തെടുത്താൽ എന്ത് വരും, 9d + 1 എന്ന് വരും. ശരിയല്ലോ? 8നെ പുറത്തെടുത്താൽ 9d + 1 എന്ന് വരും. സംശയമുണ്ടോ? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തോ, 72d + 8 തിരിച്ചു കിട്ടും. സോ ഇത് മൾട്ടിപ്ലിക്കബിൾ ബൈ 8 ആണ്. അതായത് 8 കൊണ്ട് ഗുണിക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ 8 കൊണ്ട് ഗുണിച്ചിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും 8 കൊണ്ട് പെർഫെക്റ്റ്ലി ഹരിക്കാനും സാധിക്കും. അതായത് ഒരു ബൈ 8 വന്നു കഴിഞ്ഞാൽ 8 ക്യാൻസൽ ആയിപ്പോയി, എനിക്ക് പെർഫെക്റ്റ്ലി ഒരു ഡിവിസിബിൾ ആയിട്ടുള്ള, അതായത് പെർഫെക്റ്റ്ലി ഡിവിസിബിൾ എന്ന രീതിയിലുള്ള ഉത്തരം കിട്ടും. ശരിയല്ലേ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ദിസ് ഈസ് ഡിവിസിബിൾ ബൈ എന്താണ്, സോ 8 കൊണ്ട് ഗുണിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ 8 കൊണ്ട് ഹരിക്കാനും സാധിക്കും. ഈസ് എന്താണ്, ഡിവിസിബിൾ ബൈ 8. ഇത് 8 കൊണ്ട് എന്താ പറ്റും, ഡിവിസിബിൾ ബൈ 8. 8 കൊണ്ട് ഹരിക്കാൻ സാധിക്കും. ശരിയാണല്ലോ? ഈസ് ഡിവിസിബിൾ ബൈ 8. ക്ലിയർ? അപ്പോൾ n = 1 ശരിയാണെന്ന് തെളിയിച്ച് കാണിച്ചു. n = k ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തത് വഴി ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് എത്തി. ആ സ്റ്റേറ്റ്മെന്റിന്റെ സഹായത്തോടു കൂടി n = k + 1 ശരിയാണെന്ന് തെളിയിച്ച് കാണിച്ചു. ഇത്ര എഴുതിയതിനു ശേഷം നിങ്ങൾ എന്ത് എഴുതണം, ഹെൻസ് ബൈ PMI, ഹെൻസ് ബൈ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ, the statement is true for all natural numbers. The statement is true for all natural numbers. എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനും ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. all natural numbers small n belongs to capital N. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. തീർച്ചയായിട്ടും ഈ ടൈപ്പ് ചോദ്യങ്ങൾ നമുക്ക് വരാൻ പോകുന്ന ഇംപ്രൂവ്മെന്റ് എക്സാമിന് പ്രതീക്ഷിക്കാം. സോ അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. കോംപ്ലക്സ് നമ്പേഴ്സിലെ ചോദ്യമാണ്. റെപ്രസെന്റ് ദി കോംപ്ലക്സ് നമ്പർ -1 + i ഇൻ പോളാർ ഫോം. സോ ബി പാർട്ട് ഫൈൻഡ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് 2 - 3i. അടുത്ത പാർട്ട് സോൾവ് √5x² + x + √5 = 0. സോ അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് ആൻസർ ചെയ്ത് തുടങ്ങാം. പോളാർ ഫോമിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ആദ്യം പോളാർ ഫോം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ശ്രദ്ധിക്കുക, പോളാർ ഫോം ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. പോളാർ ഫോം എന്ന് പറയുന്നത് എന്താണ്, z = r × cos θ + i × sin θ. ഓക്കെ, r എന്ന് പറയുന്നത് എന്താണ്, മോഡ് z ആണ്, √a² + b². ശരിയാണല്ലോ? സോ ഹിയർ തന്നിട്ടുള്ള കോംപ്ലക്സ് നമ്പർ എന്താണ്, z = -1 + i ആണ്. സോ a + ib യുമായിട്ട് കമ്പയർ ചെയ്താൽ എയുടെ വാല്യൂ -1, ബിയുടെ വാല്യൂ 1. ശരിയല്ലേ? സോ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താണ് വരിക, √(-1² + 1² = √2). സോ മോഡുലസ് ഓഫ് z അഥവാ r എന്ന് പറയുന്നത് എന്താണ്, √2 ആണ്. ഇനി എനിക്ക് തീറ്റ കണ്ടുപിടിക്കണം. തീറ്റ കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്താണ്, tan θ = മോഡുലസ് ഓഫ് b/a. ശരിയാണല്ലോ? സോ ദിസ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് b/a എന്ന് പറയുമ്പോൾ 1/-1 ഇസ് ഈക്വൽ ടു മോഡ് -1 ഇസ് ഈക്വൽ ടു 1. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് കോംപ്ലക്സ് നമ്പർ നിൽക്കുന്നതെങ്കിൽ മാത്രമേ
നമുക്ക് ഡയറക്ട്ലി ഇപ്പം നിങ്ങൾക്ക് ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലേക്ക് വരുന്നത് തീറ്റ ഇസിക്കൽ ടു പൈ ബൈ 4 എന്നാണ്, ശരിയല്ലേ? tan 45 ആണ് 1. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ കോംപ്ലക്സ് നമ്പർ ഫസ്റ്റ് ക്വാഡ്രന്റിലാണെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഉത്തരത്തിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ. ബാക്കിയുള്ള ഏതെങ്കിലും ഒരു ക്വാഡ്രന്റിലാണ് ഈ കോംപ്ലക്സ് നമ്പർ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഉത്തരം ഫൈനലൈസ് ചെയ്യാനായിട്ട് സാധിക്കില്ല, ശരിയല്ലേ? ശ്രദ്ധിച്ചിരിക്കുക. അപ്പം നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ക്വാഡ്രന്റ് ഒന്ന് വരച്ച് നോക്കുകയാണേ. ശ്രദ്ധിച്ചിരിക്കണേ. ഏത് ക്വാഡ്രന്റിലാണ് ഈ ഒരു കോംപ്ലക്സ് നമ്പർ നിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ഏത് ക്വാഡ്രന്റിലാണ് ഈ ഒരു കോംപ്ലക്സ് നമ്പർ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കണം. സോ നമ്മൾ ഇസഡ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി ആണെന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആർജന്റ് പ്ലെയിൻ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോർഡിനേറ്റ് എ കോമ ബി ആണ്, ശരിയല്ലേ? സോ എ കോമ ബി എന്ന് പറയുമ്പോൾ -1,1 ഏത് ക്വാഡ്രന്റിലാണ് വരുന്നത്? എക്സ് ആക്സിസിൽ നിന്ന് -1 ഏകദേശം ഇവിടെ വരും, വൈ ആക്സിസിൽ നിന്ന് 1 ഏകദേശം ഇവിടെ വരും. സോ ഏകദേശം സെക്കൻഡ് ക്വാഡ്രന്റ് 100% സെക്കൻഡ് ക്വാഡ്രന്റിലാണ് -1,1 വരുന്നത്. ഫസ്റ്റ് ക്വാഡ്രന്റിലാണെങ്കിൽ മാത്രമേ നമുക്ക് ഡയറക്റ്റ്ലി തീറ്റ എഴുതാൻ സാധിക്കുള്ളൂ. ഫസ്റ്റ് ക്വാഡ്രന്റിലാവുമ്പോഴാണ് ഡയറക്റ്റ് തീറ്റ. ബാക്കിയുള്ള ക്വാഡ്രന്റുകളാണെങ്കിൽ ഒരു ഡ്യൂപ്പ് തീറ്റ അഥവാ ഡമ്മി തീറ്റയുടെ സഹായത്തോടു കൂടിയാണ് നമ്മൾ റിയൽ തീറ്റ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ റിയൽ തീറ്റ എന്ന് പറയുന്നത് പൈ മൈനസ് തീറ്റ ഡാഷ്. തീറ്റ ഡാഷ് എന്ന് പറയുന്നത് ഡമ്മി തീറ്റ അഥവാ ഡ്യൂപ്പ് തീറ്റയാണ്. തേർഡ് ക്വാഡ്രന്റ് ആണെങ്കിൽ റിയൽ തീറ്റ എന്ന് പറയുന്നത് തീറ്റ ഡാഷ് മൈനസ് പൈയും. ഫോർത്ത് ക്വാഡ്രന്റ് ആണെങ്കിൽ തീറ്റ എന്ന് പറയുന്നത് മൈനസ് തീറ്റ ഡാഷും ആണ്. ഓക്കെ, സോ ഹിയർ നമ്മുടെ കോംപ്ലക്സ് നമ്പർ സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. സെക്കൻഡ് ക്വാഡ്രന്റ് ആണെങ്കിൽ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമ്മൾ എഴുതാൻ സാധിക്കുന്നത് തീറ്റ ഡാഷ് ആണ്. ടാൻ തീറ്റ ഡാഷ് ആണ് ശരിക്കും 1 എന്ന് പറയുന്നത്. കറസ്പോണ്ടിംഗ്ലി തീറ്റ ഡാഷ് എന്താണ്? ടാനിൻ ഏത് ആംഗിളാണ് 1 വരുന്നത്? 45 ഡിഗ്രി അഥവാ π/4. അപ്പോൾ ഇതൊരു ഡമ്മിയാണ്, ഒരു ഡമ്മി തീറ്റ, ഒരു ഡ്യൂപ്പാണ് ഇവൻ. നമുക്ക് റിയൽ ആളെ കണ്ടുപിടിക്കാൻ പോവാണ്. റിയൽ ആളെ കണ്ടുപിടിക്കുന്നത് ഹിയർ കോംപ്ലക്സ് നമ്പർ നിൽക്കുന്നത് സെക്കൻഡ് ക്വാഡ്രന്റിലായതുകൊണ്ട് പൈ മൈനസ് തീറ്റ ഡാഷിന്റെ സഹായത്തോടു കൂടി വേണം കണ്ടെത്താൻ. സോ പൈ മൈനസ് തീറ്റ ഡാഷ് ഇസ് ഈക്വൽ ടു പൈ മൈനസ് തീറ്റ ഡാഷ് ആരാണ്? π/4. ഓക്കെ, ക്രോസ് ചെയ്താൽ എന്താണ് വരിക? 4π മൈനസ് π/4 ഇസ് ഈക്വൽ ടു 3π/4. സോ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? 3π/4 ആണ്. അപ്പോൾ നമ്മൾ ആംഗിളും കണ്ടുപിടിച്ചു, ആറും കണ്ടുപിടിച്ചു. ഓക്കെ, ആർഗ്യുമെന്റും കണ്ടുപിടിച്ചു, മോഡുലസും കണ്ടുപിടിച്ചു. ഇനിയിപ്പോൾ നമുക്ക് പോളാർ ഫോം എഴുതാം. Therefore പോളാർ ഫോം കോമ ഇസഡ് ഇസ് ഈക്വൽ ടു r ഇൻറ്റു എന്ന് പറയുമ്പോൾ എന്താണ്? √2 ഇൻറ്റു കോസ് തീറ്റ. തീറ്റ ആരാണ്? 3π/4 പ്ലസ് i ഇൻറ്റു സൈൻ തീറ്റ. തീറ്റ ആരാണ്? 3π/4. ഓക്കെ, സോ ദിസ് ഈസ് ദി സൊല്യൂഷൻ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, തീർച്ചയായും നോക്കണം. സോ സെക്കൻഡ് പാർട്ട് നോക്കാം. ഫൈൻഡ് ദി മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് z is equal to 2 minus 3i. So multiplicative inverse of a complex number z is calculated by using the formula z bar divided by mod z square. z bar എന്ന് പറയുന്നത് എന്താണ്? z-ന്റെ കോൺജുഗേറ്റ് ആണ്, അല്ലെ? കോൺജുഗേറ്റ് ഓഫ് z ബൈ മോഡുലസ് ഓഫ് z-ന്റെ സ്ക്വയർ ആണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് z എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ഈക്വൽ ടു ഹിയർ z എന്ന് പറയുന്നത് എന്താണ്? 2 മൈനസ് 3i. ശ്രദ്ധിക്കുക, z എന്ന് പറയുന്നത് എന്താണ്? 2 മൈനസ് 3i. z ബാർ എന്ന് പറയുന്നത് എന്തായാലും 2 പ്ലസ് 3i, അല്ലെ? എ പ്ലസ് ഐ ബിയുടെ കോൺജുഗേറ്റ് എ മൈനസ് ഐ ബി, എ മൈനസ് ഐ ബിയുടെ കോൺജുഗേറ്റ് എ പ്ലസ് ഐ ബി, ശരിയല്ലേ? അപ്പോൾ z ബാർ എന്ന് പറയുന്നത് എന്താണ്? 2 പ്ലസ് 3i ഡിവൈഡഡ് ബൈ മോഡ് z-ന്റെ സ്ക്വയർ. ശ്രദ്ധിക്കുക, മോഡ് z കണ്ടുപിടിക്കൂ. മോഡ് z എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. എ എന്ന് പറയുന്നത് എന്താണ്? 2 സ്ക്വയർ 4. ബി എന്ന് പറയുന്നത് -3, -3യുടെ സ്ക്വയർ 9 പ്ലസ് 4 എന്താണ്? √13, ശരിയല്ലേ? √13. സോ മോഡ് z എന്ന് പറയുന്നത് എന്താണ്? √13. ഫോർമുലയിൽ മോഡ് z-ന് സ്ക്വയർ ഉണ്ട്, ഇപ്പോൾ √13 എന്ത് കൊടുക്കണം? സ്ക്വയർ. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു 2 പ്ലസ് 3i ഡിവൈഡഡ് ബൈ √13ന്റെ സ്ക്വയർ എന്താണ്? വെറും 13, കാരണം √x-ന്റെ സ്ക്വയർ x ആണെന്നറിയാം. സോ ഇത് സ്പ്ലിറ്റ് ചെയ്താൽ 2/13 പ്ലസ് 3/13i. സോ ഇതാണ് എന്തെന്ന് പറയുന്നത്? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് ഗിവൺ കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് തേർഡ് പാർട്ട് നോക്കാം. സോൾവ് √5x² പ്ലസ് x പ്ലസ് √5 ഈക്വൽ ടു 0. ഡയറക്റ്റ് സിംപ്ലിഫിക്കേഷൻ -b പ്ലസ് ഓർ മൈനസ് √b² -4ic/2a
ഉപയോഗിച്ച് എക്സിൻ്റെ വില കണ്ടുപിടിക്കണം. സോ എക്സ് ഈക്വൽ ടു മൈനസ് ബി എന്ന് പറയുമ്പോൾ ഇവിടെ എ ബി സി എന്താണ്? എയുടെ വാല്യൂ √5, ബിയുടെ വാല്യൂ 1, സിയുടെ വാല്യൂ √5. ശരിയല്ലേ? എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ആയിട്ട് കമ്പയർ ചെയ്താൽ മൈനസ് ബി എന്ന് പറയുമ്പോൾ -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 സ്ക്വയർ 1 മൈനസ് 4ac 4 ഇൻറ്റു എ എന്ന് പറയുന്ന √5 ഇൻറ്റു സി എന്ന് പറയുന്നത് എന്താണ്? √5 ഹോൾ ഡിവൈഡഡ് ബൈ 2a 2 ഇൻറ്റു എ എന്ന് പറയുന്ന ആരാണ്? √5. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് 1 മൈനസ്, നിങ്ങൾ നോക്കിയേ, 4 ഇൻറ്റു √5 ഇൻറ്റു √5. √5 ഇൻറ്റു √5 എന്താണ്? 5. √x ഇൻറ്റു √x എക്സ് ആണ്. അപ്പോൾ അതനുസരിച്ച് √5 ഇൻറ്റു √5 5 ആണ്. 5 ഇൻറ്റു 4 എന്താണ്? 20 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു √5 2 ഇൻറ്റു √5. ശരിയാണല്ലോ? സോ -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് 1 മൈനസ് 20 എന്താണ്? -19 ബൈ 2 √5. സോ ദിസ് ഈസ് ഈക്വൽ ടു -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് -19. ശ്രദ്ധിച്ചിരിക്കുക, റൂട്ടിനുള്ളിൽ മൈനസ് വന്നു കഴിഞ്ഞാൽ എന്താണ്? √19 മൈനസിനെ പുറത്ത് എന്താക്കി ഇടണം? i ആക്കി ഇടണം. ശരിയല്ലേ? സോ √19i ആണ് ആൻസർ വരിക. √19i ഡിവൈഡഡ് ബൈ എന്താണ്? 2 √5. സോ -1 പ്ലസ് ഓർ മൈനസ് √19i ബൈ 2 √5. അപ്പോൾ ഇതാണ് നമ്മുടെ 3 ചോദ്യങ്ങളുടെ ഉത്തരം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. സോ അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ചോദ്യം നോക്കാം. ഒരു ചെറിയ ചോദ്യമാണ്, 2 മാർക്കിനൊക്കെ നമുക്ക് തീർച്ചയായും പ്രതീക്ഷിക്കാം. ഈ ഒരു ചോദ്യം കൂടെ ചെയ്ത് നമുക്ക് ഈ ഒരു സെക്ഷൻ അവസാനിപ്പിക്കാം. സോ ഈ 3 ചാപ്റ്റേഴ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സെലക്റ്റഡ് ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്തത്. തീർച്ചയായും നിങ്ങൾ ചെയ്ത് പഠിക്കണം ഒരു റിവിഷൻ്റെ ഭാഗമായി. ഓക്കെ, ശ്രദ്ധിക്കുക. ഫൈൻഡ് ദ ഇൻ്റർവെൽ റെപ്രസെൻറ്റിംഗ് സൊല്യൂഷൻ ഓഫ് ദ ഇനിക്വാളിറ്റി x പ്ലസ് എക്സ് ബൈ 2 പ്ലസ് എക്സ് ബൈ 3 ലെസ് ദാൻ 11. അപ്പം ഇത് സോൾവ് ചെയ്ത് എക്സ് കണ്ടെത്തണം. ആ എക്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആ സൊല്യൂഷൻ്റെ ഇനിക്വാളിറ്റി ശ്രദ്ധിച്ചു. ഈ ഇനിക്വാളിറ്റി റെപ്രസെൻറ്റ് ചെയ്യുന്ന സൊല്യൂഷൻ നമുക്ക് ജസ്റ്റ് കണ്ടെത്താനാണ് അവർ പറയുന്നത്. അതിൻ്റെ ഇൻ്റർവെൽ കണ്ടെത്താനാണ് പറയുന്നത്. ഓക്കെ, സോ ആദ്യം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? എക്സ് പ്ലസ് എക്സ് ബൈ 2 പ്ലസ് എക്സ് ബൈ 3 ലെസ് ദാൻ 11 ആണ്. ആദ്യം നമുക്ക് ഇവിടെ ബൈ 1 കൊടുത്ത് ഇവിടെ ക്രോസ് ചെയ്യാം. 2x പ്ലസ് 1 ഇൻറ്റു എക്സ് എക്സ് ബൈ 1 ഇൻറ്റു 2 ആണ് പ്ലസ് എക്സ് ബൈ 3 ലെസ് ദാൻ 11. സോ 2x പ്ലസ് എക്സ് എന്താണ്? 3x ബൈ 2 പ്ലസ് എക്സ് ബൈ 3 ലെസ് ദാൻ എന്താണ്? 11. ഓക്കെ, ഇനി ഇവിടെ ക്രോസ് ചെയ്യാം. 3 ഇൻറ്റു 3x 9x പ്ലസ് 2 ഇൻറ്റു എക്സ് 2x ബൈ 2 ഇൻറ്റു 3 6 ലെസ് ദാൻ 11. ശരിയാണല്ലോ? 9x പ്ലസ് 2x എന്താണ്? 11x ബൈ 6 ലെസ് ദാൻ 11. സോ ഇവിടുന്ന് എന്ത് കിട്ടും? 11x ലെസ് ദാൻ 6 ഇൻറ്റു 11 എന്താണ്? 66. ഇവിടുന്ന് എക്സ് ലെസ് ദാൻ 66 ബൈ 11. ശരിയാണല്ലോ? ഇൻറ്റു 11 ഇപ്പുറത്ത് പോകുമ്പോൾ ബൈ 11 ആവും. എക്സ് ലെസ് ദാൻ 6 എക്സ് ലെസ് ദാൻ 6 ഇൻ്റർവെല്ലായിട്ട് എങ്ങനെ എഴുതാം? എക്സ് ബിലോങ്സ് ടു എക്സ് ലെസ് ദാൻ 6 എന്ന് പറഞ്ഞാൽ -∞ മുതൽ 6 വരെ വരാം. ശരിയല്ലേ? -∞ മുതൽ 6 വരെ. ഇൻഫിനിറ്റി ഓൾവേസ് ഓപ്പൺ ബ്രാക്കറ്റ്, ലെസ് ദാൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഇവിടെ ഓപ്പൺ ബ്രാക്കറ്റ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ടായിരുന്നേ ക്ലോസ്ഡ് ആക്കിയാണ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ സൊല്യൂഷൻ കാണിക്കുന്ന ഇൻ്റർവെൽ. അപ്പോൾ ഈ ടൈപ്പ് ചോദ്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നോക്കണം. ഗ്രാഫിക്കൽ സൊല്യൂഷൻ ഒരെണ്ണം 100% നമുക്ക് പ്രതീക്ഷിക്കാം. സോ ബാക്കി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും മീറ്റ് ചെയ്യാം. ടിൽ ദെൻ ടാറ്റാ ബൈ ബൈ, സീ യു.